ഒരുപാട് പോരാട്ടങ്ങളൊക്കെ കഴിച്ചു വന്നു അത് മാത്രം കട്ട് ചെയ്യാൻ അങ്ങനെ ഒരുപാട് പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതുണ്ട്. പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നല്ലതായിട്ടാണ് ഡയറക്ടറാണെങ്കിലും നല്ലതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്രിസ്മസ് സൈനികം തൂക്കി മെസ്സേജ് ആയിരുന്നു. നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. പടം പോയത് അറിഞ്ഞില്ല. നല്ല സെൻസർ ബോർഡൊക്കെ ഒരുപാട് കട്ട് പറയുന്നുണ്ടല്ലോ, അത്രയും കട്ടുകൾ ആവശ്യമില്ലായിരുന്നു. ശരിക്കും ഇങ്ങനത്തെ സിനിമകളാണ് വേണ്ടത്. ഇപ്പോഴത്തെ ജനറേഷൻ ഇത് എന്തായാലും ഒരു നല്ലൊരു മെസ്സേജായിരുന്നു ഷെനീത്തിൻ്റെ മൂവിയിൽ കൊടുത്തത്. നന്നായിട്ടുണ്ടായിരുന്നു. പ്രശ്നം മതത്തിനെ പറ്റിയാണ്. കണ്ടതാ മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. എല്ലാവരും പോയി കാണും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ത്രില്ല് പോലെ പോയി കാണും. ഇതിനകത്തൊന്നുമില്ല, ഒന്നും കാണാൻ പറ്റിയ വിഷയങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും ഈ കാലത്ത് കണ്ട ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും ഈ ഫിലിം ശരിക്കും ഓടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇതുപോലെ ഒരു 10-15 വർഷത്തിൽ സ്നേഹിച്ച് ഞാൻ പോകാൻ കഴിച്ചാണ്. അന്ന് ഈ മതപ്രശ്നങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ്. ഇപ്പം അതില്ലാണ്ട് വരണം. നമുക്ക് ജീവിതമാണ് വിഷയം. ഇപ്പോൾ ചെറുപ്പക്കാർ ജീവിക്കാനാണ് മതവും പള്ളിയൊന്നുമല്ല വിഷയം. ഓക്കെ, പൊളിറ്റിക്കൽ സെക്ടറാണ് പടം. എനിക്ക് അതിൻ്റെ രീതിയിൽ അവർ ഫ്രെയിം ചെയ്തേക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സെക്കൻഡ് ഹാഫ് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. നമ്മളെ നാട്ടിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന മതത്തിനെ ബേസ് ചെയ്ത് അതിലുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ സോൾവ് ചെയ്ത് വളരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. റിയലി ലവ്ഡ് ഇറ്റ്. ഇതിനകത്ത് കുറച്ച് ദിനം മുന്നേ വിഷയങ്ങൾ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അത് വേണമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് കട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വേണമായിരുന്നു വേണമായിരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കറിയില്ല. ലൈക്ക് മേ ബി ഡയറക്റ്റ് എന്തെങ്കിലും ആരെങ്കിലും ലൈക്ക് സംതിങ് ലൈക്ക് ഓൾവേസ് പൊളിറ്റിക്സ് ആണല്ലോ, ലൈക്ക് ആ പവറാണല്ലോ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമുക്ക് ആ ഒരു പരിമിതികളിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ കുറേ ഭാഗങ്ങൾ കട്ടായി പോയിട്ടുണ്ടാവും. പക്ഷേ സ്റ്റിൽ അത് എന്താണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് 100% കൺവേ ആവുന്നുണ്ട്. അടിപൊളിയായിരുന്നു. ആക്ച്വലി എന്താ പറയുക, എനിക്ക് തോന്നുന്നു എല്ലാവരും നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കൾ, മുസ്ലിംസ്, ക്രിസ്ത്യൻസ് എല്ലാവരും ഇത് കണ്ടിരിക്കണം. വളരെ കിടില മെസ്സേജ് തന്നിട്ടുള്ളൊരു മൂവിയാണ്. റിയലി ലവ്ഡ് ഇറ്റ്. എല്ലാവരും കാണണം. അത് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണക്കാരൻ എന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മളെ എല്ലാവരും കൂടി സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു സാധനമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് നല്ല രീതിയിൽ കൺവേ ആയിട്ടുണ്ട്. വെരി ബ്യൂട്ടിഫുൾ. സെക്കൻഡ് ഹാഫ് ചുമ്മാ നൈസാണ്. താങ്ക് യു. ഈ സിനിമയിലെ കുറെ സീനുകൾ കട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതൊന്നും സമൂഹം കാണണ്ടെന്ന രീതിയിൽ പറഞ്ഞാൽ സമൂഹത്തിന് പറ്റുന്ന രീതിയിലാണല്ലോ എല്ലാം ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് കട്ട് ചെയ്ത് ഏതാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇവിടെ ഉള്ളത് നന്നായിട്ട് ചെയ്തിരിക്കുന്നു. അല്ല, ഈ സിനിമ ഇങ്ങനെ തടഞ്ഞു വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അറിയില്ല, എന്താ കട്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് കണ്ടതെല്ലാം നന്നായിട്ട് അടിപൊളിയായിരുന്നു. നല്ല മ്യൂസിക് ഡയറക്ഷൻ, പിന്നെ കോമ്പോസിഷൻ, പാട്ടുകളൊക്കെ അടിപൊളി, ഡാൻസുകൾ അതിനേക്കാളും അടിപൊളി. പിന്നെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തീമുകൾ ഒന്നിച്ച് വെച്ച ഒരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ അവസാനം വളരെ പോസിറ്റീവായിരുന്നു. എൻ്റെ ശബ്ദം ഇത്തിരി അടഞ്ഞിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആ സിനിമയുടെ അവസാനം വളരെ പോസിറ്റീവായിട്ട് തന്നെ എൻഡ് ചെയ്തു. അപ്പോൾ ഡയറക്ഷൻ വൈസ് ആയാലും, മ്യൂസിക് വൈസ് ആയാലും, ഡാൻസ് വൈസ് ആയാലും, മ്യൂസിക്കൽ കോമ്പോസിഷൻ വൈസ് ആയാലും ഒക്കെ വളരെ നന്നായിരുന്നു. ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനും പറ്റിയൊരു നല്ല സിനിമ. ഗോഡ് ബ്ലെസ് യു. ഇപ്പോഴത്തെ ഒരു കെട്ട കാലഘട്ടത്തിൽ, അതായത് നമ്മളിപ്പോൾ കണ്ടില്ലേ ക്രിസ്മസ് കരോള്, അതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് ഇങ്ങനെ മതത്തിനെയും അതുപോലെ തന്നെ ഒക്കെ ഭ്രാന്ത് പിടിച്ച് കിടക്കുന്ന ആൾക്കാരൊക്കെ പോയി കാണുന്നൊരു പടമാണ്. അത് ഒരു മതത്തിനെ നമ്മളതിനെ അതിൽ വ്രണപ്പെടുത്തിയിട്ടില്ല, ഒരു മനുഷ്യനും. അതായത് മുസ്ലിങ്ങൾക്കായാലും ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, മതമില്ലാത്തവർക്കും എല്ലാവർക്കും അത് കാണാൻ പറ്റുന്ന ഒരു പടം. മ്യൂസിക് നല്ല മ്യൂസിക്, പടം നല്ല. അല്ല, വളരെ കാലിക പ്രസക്തിയായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പം അതിന് നല്ല രീതിക്ക് തന്നെ അവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പാട്ടുകൾ അതിനോടൊപ്പം നിൽക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പാട്ടുകളൊക്കെ അടിപൊളിയാണ്.
അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ സിനിമ കുറേ കട്ടും കുറേ വിവാദവും കോടതിയൊക്കെ ആയിട്ട് പോയല്ലോ, അത്രയും പോകേണ്ട ആവശ്യമുണ്ട്? അങ്ങനെ സമൂഹം കാണാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല, കാണേണ്ട സിനിമയാണ്. എല്ലാവരും പറഞ്ഞ ഇന്നത്തെ സമൂഹത്തിന് വേണ്ട ഒരു മെസ്സേജ് കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തോ? കറക്റ്റാണ്. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? ഷെയ്നൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അഭിനയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓൾറെഡി ഇഷ്ടമാണ്, അപ്പോൾ കുറച്ചുകൂടി ഇഷ്ടം. കാണാം. സ്പെഷ്യലി ഇതിന് മ്യൂസിക്കാണ്. മ്യൂസിക് ഒരു രക്ഷയില്ലായിരുന്നു. 3 സെക്കൻഡ് ഓഫ് മ്യൂസിക് ഇതിനകത്ത്. അത് മ്യൂസിക്കാണ് ഈ മൂവിനെ മൊത്തത്തിൽ കൊണ്ടുപോകുന്നത്. അടിപൊളി. അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങളുണ്ടായല്ലോ. ഈ സിനിമ സമൂഹത്തിന് വേണ്ട മെസ്സേജ് അല്ല എന്നൊക്കെ പറയാനുണ്ടായിരുന്നു. അങ്ങനെ ഫീൽ ചെയ്തു? അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. അല്ല, അറിയില്ല. അല്ല, ഇന്നത്തെ സമൂഹത്തിന് കാണേണ്ട ഒരു മെസ്സേജ് അതിനെക്കുറിച്ച് പറയാൻ അറിയില്ല. സോറി. എൻ്റെ പടമായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയാൻ അതിനൊന്നുമില്ല. പക്ഷെ എല്ലാം നന്നായിട്ടുണ്ട്. ഇറങ്ങി എല്ലാവരും സിനിമയ്ക്ക് ഒരു പീക്കെത്തിച്ച മ്യൂസിക് ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാണ്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എങ്ങനെയുണ്ട്? സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ഒരു ലവ് മൂവി ആയിട്ട് തന്നെ എടുക്കാമല്ലോ. നന്നായിട്ടുണ്ട്. എന്തായാലും എനിക്ക് അത്രേ പറയാനുള്ളൂ. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? ചേച്ചി സന്തോഷം. 2.5 വർഷത്തെ ഹാർഡ് വർക്കിൻ്റെ ബലമാണ് അത്. സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഇപ്പോൾ ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്നത് വരെ അതിൻ്റെ പിന്നിൽ എഫേർട്ട് അറിയാവുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷം. 2 വർഷത്തെ പോരാട്ടം ഉണ്ടല്ലോ, ആ ഒരു പോരാട്ടം വർത്തായി ഫീൽ ചെയ്തു വർത്തായി. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ 2.5 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ട്. അല്ല, ഫിലിമിൻ്റെ ബാക്കി പ്രശ്നങ്ങളൊക്കെ പിന്നെ, പക്ഷേ ഈ ഒരു മ്യൂസിക്കിൻ്റെ ജേണിയാണ് ഞാൻ പറഞ്ഞ 2.5 വർഷം എടുത്തോളൂ. കാരണം ഫിലിമിൻ്റെ ഡിസ്കഷൻസ് തൊട്ടിട്ട് വീട്ടിൽ തന്നെ സ്റ്റുഡിയോ ഉള്ളതുകൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു കൂടുതലും. ഞാൻ അതിൻ്റെ എല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ ഓരോ ട്യൂണും ആദ്യമായിട്ട് വരുമ്പം നമ്മളാണ് ആദ്യം കേൾക്കുമല്ലോ. അത് തൊട്ടിട്ട് സീൻസ് ആദ്യം അവൻ പാടി റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും ഓരോ സിംഗേഴ്സിന് അയച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഓരോ സ്റ്റേജും അറിയാൻ പറ്റിയിട്ടുള്ളതുകൊണ്ട് അതിങ്ങനെ കാണുമ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. അടിപൊളിയാണ്. മ്യൂസിക് എല്ലാവരും കേൾക്കുക. മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട്. തിയേറ്ററിൽ നല്ല ഒരു എഫക്റ്റ് ഉണ്ട്. എല്ലാവരും കാണാൻ കേൾക്കുക. പ്ലേലിസ്റ്റുകൾ എന്താ സ്പോട്ടിഫൈയിലും ഓഡിയോ പ്ലാറ്റ്ഫോംസിലെല്ലാം അവൈലബിൾ ആണ്. എല്ലാവരും കേൾക്കുക. നല്ല മ്യൂസിക്കാണ്. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയുടെ മ്യൂസിക് ട്രാൻസ്ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കേൾക്കുക. സൂപ്പറാണ്. ഇതിപ്പോൾ മ്യൂസിക്കിലായാലും സിനിമയിലായാലും സ്വന്തം ഒരു നിലപാട് കൃത്യമായിട്ട് പറയുന്ന സിനിമയല്ലേ? തീർച്ചയായിട്ടും അത് നമ്മുടെ പ്ലേലിസ്റ്റിലെ നിലപാടെന്നുള്ള സോങ്ങൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതുപോലെയാണുള്ളത്. അപ്പോൾ നല്ലതാണ്, അടിപൊളിയാണ്. എല്ലാവർക്കും ആണ്. തിയേറ്ററിൽ പോയിക്കാണ് ക്രിസ്മസ് ഒക്കെ പൊളിക്കും. താങ്ക് യു.